ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം മനുഷ്യജീവിതം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതാണെന്നറിയോ? അത് മരണമാണ്. മരണത്തെ എത്രയും ദൂരത്തേക്ക് മാറ്റി നിർത്താൻ സാധിക്കുമോ അത്രയും ദൂരത്തേക്ക് മാറ്റി നിർത്താനാണ് ഓരോരുത്തരും ശ്രമിക്കുക. എന്നാൽ പിറന്നു വീണ ഓരോ മനുഷ്യനെയും മരണം രുചിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. എത്രമേൽ നാം ഓരോരുത്തരും ഈ സംസാരിക്കുന്ന ഞാനും നിങ്ങളൊക്കെ നമ്മുടെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ളത് നമ്മുടെ ഈ കരങ്ങളെ കൊണ്ടാണെങ്കിൽ അതുപോലും അഴിക്കുന്നത് നമ്മുടെ ഈ കരങ്ങൾ കൊണ്ടാണെന്ന് ഉറപ്പിക്കപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ മരണം നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാളും അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഒരു യാത്രയിലാണ്. ഏതു നിമിഷവും മരണം നമ്മെ രുചിക്കുക തന്നെ ചെയ്യും. എപ്പോഴും തയ്യാറായിരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇന്ന് നമ്മുടെ ഈ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഇത്തരം അപകടങ്ങളെ തൊട്ട് നമുക്ക് രക്ഷ നേടാൻ, ഒരുപാട് കാലം ദീർഘായുസ് ലഭിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മുത്തുനബി തങ്ങൾ അങ്ങനെ ദുആ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് പല സ്വഹാബാക്കൾക്കും. അതിൽ പ്രധാനപ്പെട്ട ദുആയിൽ ഒന്ന് ആയുസ്സിനെ നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദുആ ആയിരുന്നു. ആ ദുആ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ അപകടങ്ങളെ തൊട്ടും മരണങ്ങളെ തൊട്ടും രക്ഷ നേടാൻ വേണ്ടിയിട്ട് 70 തവണ ഓരോ ദിവസത്തിലും നാം പതിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റുണ്ട്. ആ ദിക്റും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരുപാട് ആളുകൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നവരുണ്ട്. നേരിട്ട് കാണാൻ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷൻ ഉള്ളത്. അന്നത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഫുള്ളാകുന്നത് കൊണ്ട് നേരത്തെ വിളിക്കുന്നവർക്കായിരിക്കും അതിന്റെ അവസരം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യല് ഇൻസ്റ്റഗ്രാമിലായിരിക്കും. ഇൻസ്റ്റയുടെ ID നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുന്നവർക്കും ഒക്കെ വാട്സപ്പ് നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമേ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയുടെ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാ ഖൈറാത്തുകളും നമ്മിലേക്ക് അടുപ്പിച്ചു തരട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായിരുന്ന മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ആവശ്യപ്പെട്ടതനുസരിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തപ്പോ അവിടെ ദുആ ചെയ്തത് 3 കാര്യങ്ങളാണ് മുത്തുനബി തങ്ങൾ ദുആ ചെയ്തത്. ഒന്ന്, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒന്ന് എന്റെ മക്കള്, പേരമക്കള്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മക്കള് അവർ അധികരിക്കാൻ വേണ്ടിയിട്ടും, രണ്ടാമത് ഹയാത്തിനെ നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടും, മൂന്നാമത് മഗ്ഫിറത്തിന് വേണ്ടിയിട്ടുമാണ് ദുആ ചെയ്തത്. എന്നിട്ട് ദുആ ചെയ്തു പോയ
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതാണല്ലോ. ആ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് വേണ്ടി 3 കാര്യങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണ് ആയുസ്സിനെ നീട്ടിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്തത്. അങ്ങനെ എന്റെ മക്കള്, പേരമക്കള് എന്നിവരിൽ നിന്ന് 103 പേരെ ഞാൻ ഖബറടക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത്രമേൽ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മുത്തുനബി തങ്ങളുടെ ദുആഇന്റെ ഫലമായിട്ട് എനിക്ക് അത്രയും ആയുസ്സിനെ നീട്ടിക്കിട്ടി എന്നുള്ളതാണ്. എന്റെ ആയുസ് ദീർഘമായതിനാൽ ഞാൻ ലജ്ജിക്കുന്ന അവസ്ഥ വരെയുണ്ടായി. എന്റെ കൃഷികൾ വർഷത്തിൽ 2 പ്രാവശ്യം ഫലം നൽകി. ഈ 2 കാര്യങ്ങൾ സംഭവിച്ചു എന്നർത്ഥം. ഇനി 3ാമത്തെ കാര്യമായ മഗ്ഫിറത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹിജ്റ 91 മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. വഫാത്താകുന്ന സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു 103 വയസ്സുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ മുത്തുനബി തങ്ങൾ ദുആ ചെയ്തു ആയുസ്സിന് വേണ്ടിയിട്ട്. ആയുസ്സിന് വേണ്ടി ദുആ ചെയ്തപ്പോ അനസ് റളിയല്ലാഹു അൻഹുവിന് ധാരാളം കാലം ജീവിക്കാൻ സാധിച്ചു. 103 വയസ്സ് വരെ അവിടുന്ന് ജീവിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആഉം അങ്ങനെ തന്നെയാണ്, അത്വാലല്ലാഹു ബഖാഅക, ആയുസ്സിനെ നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആയുസ്സിനെ നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദുആ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പകർത്തണം. അങ്ങനെ കാര്യപ്പെട്ട ആളുകള്, ദുആക്ക് ഇജാബത്തുള്ള ആളുകള്, സാദാത്യങ്ങള്, ആലിമീങ്ങള്, അവരൊക്കെ ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഇജാബത്ത് കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് കാലം ജീവിക്കാനുള്ള അവസരം ലഭിക്കും. അല്ലാഹു നമുക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ. എങ്ങനെയെങ്കിലുള്ള ദീർഘായുസ് ഉണ്ടായാൽ പോരാ. 103 വയസ്സ് വരെ, 110 വയസ്സ് വരെ ജീവിക്കാൻ അവസരം ഉണ്ടാവുകയും 60ാമത്തെ വയസ്സിൽ ബെഡിലാകുന്ന രൂപത്തിൽ തളർന്നുപോയി അസുഖമായി കിടക്കുകയാണെങ്കിൽ ആ ആയുസ് കൊണ്ട് കാര്യമുണ്ടാകില്ല. ആയുസ് ആഫിയത്തോടുകൂടെ വേണം. അള്ളാഹുവിനെ തഖ്വയോടുകൂടെ ജീവിക്കാനുള്ള ആ ഒരു ആഫിയത്തോടുകൂടെ നമുക്ക് ആയുസ്സിനെ വേണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത്, നമ്മുടെ ആയുസ് അത് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. അതിനെ വിട്ടുകിടക്കുന്നവർ വളരെ വിരളമായിരിക്കും. അപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? 60 വയസ്സിന്റെയും 70 വയസ്സിന്റെയും ഇടയിലാണ് നമ്മുടെയൊക്കെ ആയുസ്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, സാധാരണയായിട്ട് കൂടുതൽ ആളുകളും മരണപ്പെടുന്നത് നമ്മുടെ ഉമ്മത്തിലെ 60ന്റെയും 70ന്റെയും ഇടയിലായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അല്ലാതെ എല്ലാവരും മരണപ്പെടുന്നത് 60ന്റെയും 70ന്റെയും ഇടയിലല്ല. എന്നാൽ കൂടുതൽ ആളുകളും അങ്ങനെയാണ് മരണപ്പെടുന്നത്. നമുക്കറിയാം, മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ വളരെ പ്രമുഖരാണ്. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ വഫാത്തായത് 60ന്റെയും 70ന്റെയും ഇടയിലാണ് അവരൊക്കെ വഫാത്തായി പോയിട്ടുള്ളത്. എന്നാൽ അതിനേക്കാളും വയസ്സ് ദീർഘമായി കിട്ടിയ ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞ മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു 103 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. അസ്മാ റളിയല്ലാഹു അൻഹു പല്ലുപോലും കൊഴിയാതെ, ഓർമ്മയ്ക്ക് ഒരൽപ്പം പോലും ഇടർച്ച വരാതെ 100 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. മഹാനരായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു 120 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. മഹാനരായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു 130 വയസ്സ് വരെയും ജീവിച്ചിട്ടുണ്ട്. 150 വയസ്സ് വരെയും ജീവിച്ചു എന്ന അഭിപ്രായമുണ്ട്. അങ്ങനെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരുപാട് വർഷം ജീവിച്ച ആളുകളുമുണ്ട്. എന്നാൽ കൂടുതൽ ആളുകളും 60ന്റെയും 70ന്റെയും ഇടയിൽ വഫാത്തായവരാണ്, മരണപ്പെട്ടു പോകുന്നവരാണ്. സമീപകാലങ്ങളിലും അങ്ങനെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എടുത്തു നോക്കിയാൽ 60ന്റെയും 70ന്റെയും ഇടയിൽ, 70നോട് തൊട്ട് ചാരിയിട്ട് എന്നാൽ 100 വയസ്സിനേക്കാളും കൂടുതലായി ജീവിക്കുന്നവരുണ്ട്. അത് പ്രത്യേകം ചരമക്കോളത്തിലൊക്കെ ന്യൂസ് പേപ്പർ നോക്കുന്നവർക്ക് 103 വയസ്സ്, 105 വയസ്സ്, 111 വയസ്സ് എന്നൊക്കെ കാണാനും സാധിക്കും. ഇന്നും 100 വയസ്സ് കഴിഞ്ഞ പല ആളുകളും ജീവിച്ചിരിക്കുന്ന വാർത്തകൾ നാം ഒക്കെ കാണാറുണ്ട്. എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്ന ഒരു വിഷയമാണ് എങ്ങനെ ആയുസ്സിനെ നീട്ടാം, എങ്ങനെ ചെറുപ്പമായിരിക്കാം എന്നുള്ളത്. ഓരോ ദിവസവും മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമുക്കറിയാം.
വിവാദമായ പല പ്രൊഡക്റ്റുകളുമുണ്ട്, പല എനർജി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത്, നമ്മുടെ സ്കിന്നിന് ഗ്ലോയിങ് വരാനുള്ളത്, നമ്മുടെ സ്കിന്നിന് വൈറ്റനിങ് വരാനുള്ളത്, അങ്ങനെയുള്ള വൈറ്റനിങ് ക്രീംസും അതേപോലെ തന്നെ ഹെയറിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളത്, നമ്മുടെ ഈ ബാഹ്യമായ ശരീരം മോടി പിടിപ്പിക്കാനുള്ള സകല വസ്തുക്കളും മാർക്കറ്റില് എത്രയോ സുലഭമായി കാണുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ്? ചെറുപ്പം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, വയസ്സ് ചെറുതായി തോന്നിക്കാൻ വേണ്ടിയിട്ട്, ആയുസ്സിനെ നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് വലിയ രൂപത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്നവരൊക്കെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു കഴിയുന്ന ആ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരാളുടെയും ആയുസ്സിനെ വിട്ട് പിന്തിപ്പിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാഹു നിശ്ചയിച്ച അജലെത്തിക്കഴിഞ്ഞാൽ സമയം എത്തിക്കഴിഞ്ഞാൽ അവനിലേക്ക് മടങ്ങുക തന്നെ വേണം എന്നുള്ളതാണ്. ഇന്ന് AI-യുടെ സഹായത്തോടുകൂടെ പ്രവർത്തിക്കുന്ന കുഞ്ഞു റോബോട്ടുകൾ ശരീരത്തിൽ കടന്ന് ശരീരത്തിലെ ഡാമേജായ സെല്ലുകൾ നന്നാക്കി വാർദ്ധക്യത്തെ അകറ്റി യുവത്വത്തോടുകൂടെ നിലനിർത്താനും മരണത്തെ മാറ്റി നിർത്താനും സാധിക്കുന്ന രൂപത്തിലേക്ക് എത്തും. 2045 ആകുമ്പോഴേക്ക് ആ സാങ്കേതിക വിദ്യ യാഥാർത്ഥ്യമാവുമെന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളൊക്കെയുണ്ട്. എത്രത്തോളം അത് വർക്കാവും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം എത്ര സാങ്കേതിക വിദ്യകളുണ്ട്, ടെക്നോളജി എത്രമേൽ വളർന്നിട്ടുണ്ട്. അത്രമേൽ വളർന്ന ടെക്നോളജിയും അത്രമേൽ ഉന്നതങ്ങളിലെത്തിയ സാമ്പത്തിക ശേഷിയും മെഷീനറീസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടായിട്ട് 10 നാൾ കഴിഞ്ഞിട്ടും അർജുൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ ഒന്ന് പുറത്തേക്ക് എത്തിക്കാൻ ഇവിടെയുള്ള ടെക്നോളജിയുടെ ഉത്തുംഗ സോപാനത്തിൽ വിരാജിക്കുന്ന ശാസ്ത്രലോകത്തെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വല്ല കാര്യങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ടിട്ട് വല്ല പരിഹാരവും കണ്ടെത്താൻ സാധിച്ചോ? കേവലം 20-30 അടിക്ക് താഴെ മാത്രം നിലനിൽക്കുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തിലിരുന്ന് അവരുടെ ശരീരമെടുക്കാനോ അതിലകപ്പെട്ടു പോയ ട്രക്കിനെ ഒന്ന് എടുക്കാനോ 10 നാൾ കഴിഞ്ഞിട്ടും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പരാജയം തന്നെയല്ലേ അത്? അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം ഭൂമിയിൽ എന്തും നിലനിൽക്കും. നമുക്ക് ആ പ്രതീക്ഷയോടുകൂടെയാണ് നിൽക്കുന്നത്. 1% പലരും അതിന് ചാൻസ് പറയുന്നത്. ലൈഫ് സേവിങ്ങിനുള്ള ആ 1% ചാൻസ് ആണ് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് പറയുമ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം നാമും ആ പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ് നിൽക്കുന്നത്. വർഷങ്ങളോളം ഭൂമിയിൽ കിടന്നിട്ടും ശരീരത്തിലെ സെല്ലുകൾക്ക് യാതൊരു മാറ്റവും വരാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ച മനുഷ്യരെ പറ്റി വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടവരാണ് മഹാന്മാരാകുന്ന അസ്ഹാബുൽ കഹ്ഫ്. 300-ലധികം വർഷം ഗുഹക്കകത്ത് ഉറങ്ങിക്കിടന്നിട്ടും അവർക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഗുഹാവാസികൾ ഉറങ്ങിക്കിടന്നവരാണെങ്കിൽ മരിച്ച 100 വർഷം കഴിഞ്ഞിട്ടും ശരീരത്തിന് ഒരു മാറ്റവും വരാതെ അല്ലാഹു സംരക്ഷിച്ച മഹാനുമുണ്ട്. അങ്ങനെ ചരിത്രത്തിലൂടെ നാം നോക്കിയാൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. റബ്ബ് വിചാരിച്ചാൽ ശരീരത്തിൽ ഒരു മാറ്റവും വരാതെ നിലനിർത്താൻ കഴിയും. എന്നാൽ റബ്ബ് വിചാരിച്ചാൽ മനുഷ്യൻ എത്ര സാങ്കേതിക ജ്ഞാനം നേടിയാലും അതൊക്കെ തകിടം മറിക്കാൻ കഴിയും. ഒരു ശാസ്ത്രവും അതിനുപകരിക്കില്ല എന്നുള്ളതാണ്.
ഇതൊക്കെ നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. റബ്ബ് വിധിക്കുന്നതേ ലോകത്ത് നടക്കുകയുള്ളൂ. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് എന്തൊക്കെ സ്വപ്നം കണ്ടാലും റബ്ബിന്റെ കൽപ്പന വന്നാൽ അതൊക്കെ തകിടം മറിയും എന്നുള്ള ഒരു പാഠമാണ് ഇതൊക്കെ പഠിക്കുന്നത്. എന്തൊരു താളത്തിലൂടെയായിരുന്നു സഞ്ചരിച്ചിരുന്നത്, എന്തൊരു ആർഭാടത്തിലൂടെയായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ഒരു കുഴപ്പവുമില്ലാതെ സഞ്ചരിച്ചിരുന്ന എത്രയോ ആളുകളുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായി കടന്നു വന്ന എത്രയോ സംഭവ വികാസങ്ങൾ അവരെ ആകെ അവരുടെ കുടുംബജീവിതം നശിപ്പിച്ചു, അവരുടെ ജീവിതശൈലി ആകെ മാറ്റിമറിച്ചില്ലേ? ഏതു വിഷയങ്ങളിലും വർഷങ്ങളോളം ഒരു ശരീരം അത് ഒരു അപകടവും പറ്റാതെ, അതിനെ ഒരു ഉറുമ്പ് പോലും നോവിക്കാതെ, അതിനെ ഒരു ചിതൽപ്പുഴു പോലും മരിക്കാത്ത രൂപത്തിൽ സംരക്ഷിക്കാൻ കഴിയുന്ന ജഗന്നിയന്താവാകുന്ന റബ്ബുൽ ഇസ്സ നമുക്ക് മുകളിലുണ്ട്. ആ റബ്ബിന്റെ തീരുമാനമായിരിക്കും അവസാനത്തെ തീരുമാനം. അവനതിൽ തീരുമാനിച്ചിട്ടുള്ളത് എന്താണോ അത് കൃത്യമായി നടപ്പിലാകുക തന്നെ ചെയ്യും. അവിടെ സാങ്കേതിക സംവിധാനങ്ങളുടെ പരിമിതികളോ അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ കാര്യക്ഷമതയോ ഒന്നും അവിടെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യാം. ഇന്നത്തെ നമ്മുടെ സംസാരത്തിലുടനീളം നമ്മൾ സംസാരിച്ച വിഷയം 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണം. അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത് ആയുസ്സിനെ നീട്ടിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ആയുസ്സിൽ കൂടുതലും 60ന്റെയും 70ന്റെയും ഇടയിലാണെന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇത് കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ വയസ്സ് എത്രയാണെന്നൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരൂ. 35 വയസ്സ് ഉള്ളവർ കേൾക്കുന്നില്ലേ? 42 വയസ്സുള്ളവർ കേൾക്കുന്നില്ലേ? 55 വയസ്സുള്ളവർ കേൾക്കുന്നില്ലേ? 60 കഴിഞ്ഞവർ ഈ ശബ്ദം കേൾക്കുന്നില്ലേ? ഇനി നിങ്ങൾക്ക് എത്ര വയസ്സ് വരെ ജീവിക്കാൻ സാധിക്കും? ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരൂ. ഇനി എത്ര വയസ്സ് വരെ ജീവിക്കാൻ സാധിക്കും? നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അതും മനസ്സിലേക്ക് കൊണ്ടുപോവാ. ഓടാൻ കഴിയുന്നുണ്ടോ? എന്തെങ്കിലും പണിയെടുക്കുമ്പോഴേക്ക് നല്ല ക്ഷീണം വരുന്നുണ്ടോ? ശക്തമായ ക്ഷീണം വരുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സമയത്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴേക്ക് അടുത്ത സമയത്ത് ഫുഡ് ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ഒന്ന് കിടന്ന് റെസ്റ്റ് എടുത്തിട്ടല്ലാതെ ഫുഡ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ശരീരത്തിന് ക്ഷീണം പറ്റിയിട്ടുണ്ട് അല്ലേ? എക്സ്പയറി ഡേറ്റ് ആവാനായിട്ടുണ്ട് അല്ലേ? എക്സ്പയറി ഡേറ്റ് മീൻസ് സമയം അവസാനിക്കാനായിട്ടുണ്ടല്ലേ? ജീവിതത്തിന്റെ ഒരു സമയം അവസാനിക്കാനായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് നടക്കുമ്പോഴേക്ക് കിതക്കുന്നുണ്ടോ? നമ്മുടെ വീടിന്റെ അപ്സ്റ്റെയറിലേക്ക് സ്റ്റെപ്പുകൾ കയറി അതിന്റെ മുകളിലേക്ക് ഉച്ചിയിലെത്തുമ്പോഴേക്ക് വല്ലാതെ കിതക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ചെറുപ്പത്തിൽ അങ്ങനെയല്ലായിരുന്നല്ലോ. യുവത്വം തുളുമ്പുന്ന സമയത്ത് അങ്ങനെയല്ലായിരുന്നല്ലോ. എന്നാൽ ഇത് പല ലക്ഷണങ്ങളുമായേക്കാം. അതുകൊണ്ടാണ് റബ്ബിനോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞത്. ശരീരത്തില് വല്ലാതെ വേദനയോ
വേദനയും കടച്ചിലൊക്കെ ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കാലിന് നീര് വരുന്ന ഒരു സ്വഭാവം, ഒരു പ്രകൃതി, ഒരു ടെൻഡൻസി കാണുന്നുണ്ടോ? എന്നാൽ പരലോകങ്ങളുടെയും ലക്ഷണങ്ങളാണ് അതൊക്കെ. അപ്പൊ നമ്മുടെ സമയം അവസാനിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ടും നമുക്ക് മാറി ചിന്തിക്കാനോ ഒന്ന് ആലോചിക്കാനോ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനോ ഒന്നും സാധിക്കുന്നില്ലെങ്കിൽ നാം ഈ ജീവിച്ചത് കൊണ്ടോ, ഇവിടെ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത് കൊണ്ടോ ഒരർത്ഥവുമില്ല. ഇത് താൽക്കാലികമായ ഒരു വാസകേന്ദ്രമാണ്. നമ്മളൊരു യാത്രക്കാരനാണ്. ആ യാത്ര അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. വല്ലാതെ കിതക്കുന്നുണ്ട്, ഓടാൻ കഴിയുന്നില്ല, ഒന്ന് ഉറക്കമൊഴിച്ചാൽ പിറ്റേ ദിവസം തീരെ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമയം അവസാനിക്കാനായിട്ടുണ്ട്. ഇനിയെങ്കിലും ഇബാദത്തിൽ സജീവമാകണം, സുന്നത്തുകളെ കൊണ്ട് നിരതരാകണം, നിസ്കാരങ്ങൾ ഖളാ ആകാൻ പാടില്ല, തെറ്റുകളിൽ നിന്നും മാറി നിൽക്കണം. നമ്മുടെ വീടിന്റെ മുമ്പിലും ഒരു ടാർപ്പായ വലിച്ചു നീട്ടി കെട്ടുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൽ നമ്മുടെ വീടിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും ഒക്കെ ആയിട്ട് ഏതെങ്കിലും ഡെക്കറേഷൻ, ഏതെങ്കിലും സ്റ്റോറുകളിൽ നിന്ന്, വാടക സ്റ്റോറുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ചെയേഴ്സ് അതിങ്ങനെ നിരത്തിയിടും. ആ നിരത്തിയിടുന്ന ആ ചെയറിലേക്ക് ഓരോരുത്തരും വളരെ മൂകമായി സംസാരിക്കാതെ ഇറങ്ങി അവിടെ വന്നിരിക്കും. പുരുഷന്മാരാണെങ്കിൽ അവിടെ ഓരോരുത്തരും അവരവരുടെ മയ്യത്ത് കാണാൻ വേണ്ടിയിട്ട് കടന്നു വരും. ഒരാള് ഒരു തലയിൽ നിന്ന്, ഒരു ഭാഗത്ത് നിന്ന് കഫംപുട തലയുടെ ഭാഗത്ത് നിന്ന് മാറ്റിക്കൊടുത്ത് ഓരോരുത്തരും ഊഴം വെച്ച് കണ്ട് അവിടെ ഇരുന്ന് യാസീൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. ഓരോരുത്തരും ആലോചിച്ചു നോക്കൂ, അങ്ങനെ യാസീൻ, തഹ്ലീൽ ഒക്കെ ഓതിക്കൊണ്ടിരിക്കും. നമ്മെ അസഭ്യം പറഞ്ഞവരാ കൂട്ടത്തിൽ വരുന്നവരുണ്ടാകും, നാം അസഭ്യം പറഞ്ഞവരാ കൂട്ടത്തിൽ വരുന്നവരുണ്ടാകും. അതിനിടക്ക് പലരും പറയുന്നുണ്ടാകും, എന്ത് ഉഷാറിൽ നടന്നിരുന്നവനായിരുന്നു, കഴിഞ്ഞ ദിവസമല്ലേ ആ മഴയുടെ സമയത്ത് മീൻ പിടിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്, കുളത്തിൽ നമ്മുടെ കൂടെ നീന്താൻ വേണ്ടി ഉണ്ടായിരുന്നതാണല്ലോ, നമ്മളൊരു മത്സരം വെച്ചപ്പോ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് അവനാണല്ലോ ഉണ്ടായിരുന്നത്, പെട്ടെന്ന് മരണപ്പെട്ടു പോയല്ലേ, എന്താ സംഭവിച്ചതെന്ന് അറിയൂലല്ലോ, അവനെനിക്ക് ഇത്ര രൂപ തരാനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ ആ ചെയറുകളിൽ നിന്ന് കുശലം പറയുന്ന സമയമായിരിക്കും അത്. പിന്നീട് ചോദിക്കുന്നത്, നിന്റെ പേര് റൌഫ് എന്നോ ഷുക്കൂർ എന്നോ സാലിം എന്നോ ഷെരീഫ് എന്നോ ഒന്നല്ല പറയാ, മയ്യത്തെടുക്കാനായിട്ടുണ്ടോ? എപ്പോഴാണ് മയ്യത്തിനുള്ള ഖബർ കുഴിച്ചു കഴിഞ്ഞോ? എപ്പോഴാണ് മയ്യത്തെടുക്കുന്നത്? കുളിപ്പിക്കാൻ വെച്ചോ മയ്യത്തിനെ? നിന്റെ പേര് തന്നെ നിമിഷങ്ങളെ കൊണ്ട് മാറിയില്ല. ആ ഒരു സന്ദർഭവും സാഹചര്യവും എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് എന്നുള്ള ബോധ്യം മനസ്സിലാക്കി റബ്ബിനോട് എപ്പോഴും ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യാം. നമുക്ക് ദീർഘായുസ് വേണം എന്നുള്ളതാണ്, ആഫിയത്ത് വേണം. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദീർഘായുസ്സിന് വേണ്ടി സ്വഹാബാക്കൾക്ക് ദുആ ചെയ്തു കൊടുത്തത്. ആലിമീങ്ങളെ കാണുമ്പോൾ, സാദാത്യങ്ങളെ കാണുമ്പോൾ ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറയുക, ആഫിയത്തിന് വേണ്ടിയിട്ട്, ആഖിബത്ത് നന്നാവാൻ വേണ്ടിയിട്ട്. ഈ ദുആക്ക് വലിയ സ്ഥാനമുണ്ട്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, അതൊരു മുഅ്മിനിന്റെ വജ്രായുധമാണ്. നേരത്തെ തുടക്കത്തിൽ നാം സൂചിപ്പിച്ചതുപോലെ അപകടങ്ങളെ തൊട്ട്, മരണങ്ങളെ തൊട്ടൊക്കെ കാവൽ ലഭിക്കാൻ, അപകട മരണങ്ങളെ തൊട്ട് കാവൽ ലഭിക്കാൻ നമുക്ക് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്നുള്ള ദിക്ർ 70 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. അതെല്ലാ ദിവസവും ചൊല്ലണം. അപ്പൊ അപകടങ്ങളെ തൊട്ട്, ഇത്തരം അപകടങ്ങളെ തൊട്ടൊക്കെ നമുക്ക് വലിയ ഹിഫ്ള് ലഭിക്കാൻ അത് കാരണമാകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് വരിക. 40 വയസ്സ് കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ, 40 വയസ്സായിട്ടും അവന്റെ ജീവിതശൈലിയിൽ ഈ താന്തോന്നിയെപ്പോലെ നടക്കുന്ന ഈ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റമുണ്ടായിട്ടില്ലെങ്കിൽ ഒരു കാര്യം തീർച്ചയാണ്, റബ്ബ് സുബ്ഹാനഹു വ തആല അവന് വലിയ പരീക്ഷണങ്ങൾ നൽകും.
അവന് വലിയ പരീക്ഷണങ്ങൾ നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 40 വയസ്സായിട്ട് നമ്മുടെ ജീവിതശൈലിയിൽ ഈ അബദ്ധസഞ്ചാരത്തിന്റെ റൂട്ട് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ അപകടത്തിലേക്കായിരിക്കും. ചിന്തിച്ച് വളരെ കൃത്യമായ ശിഷ്ടകാലം റബ്ബിന് തഖ്വ ചെയ്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നിസ്കാരം ഖളാ ആക്കാതെ, മറ്റുള്ളവന്റെ ഗീബത്ത് നമീമത്ത് ഇതൊന്നും പറയാതെ, മറ്റുള്ളവന്റെ മനസ്സിൽ നമ്മോട് വെറുപ്പുണ്ടാകാതെ, നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരോട് വെറുപ്പുണ്ടാകാതെ ജീവിക്കാനും ധാരാളം അമലുകൾ ചെയ്യാനും ദാക്കിരീങ്ങളായിട്ട് അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കാനുമുള്ള വലിയ തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിപ്പോ ഇത്രയും ഭാഗം പറഞ്ഞപ്പോൾ ഈ ഭാഗം കേൾക്കുന്നവരാരൊക്കെ ഉണ്ടാവും അറിയില്ല. എല്ലാവരോടും ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യാൻ പറയണം. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇതിന്റെ താഴെ അല്ലാഹുവേ പരസ്പരം വസിയ്യത്ത് ചെയ്യുക. എന്ത് വസിയ്യത്ത് ചെയ്യുക? ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണേ എന്നുള്ളത് അതെല്ലാവരോടും പറയണം. ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി. അങ്ങനെയല്ലേ വേണ്ടത്? ആയുസ്സുണ്ടായാൽ പോരല്ലോ, ആഫിയത്തും കൂടെ വേണം. ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടിയിട്ട്, ആരോഗ്യമുള്ള ദീർഘായുസ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പരസ്പരം വസിയ്യത്ത് ചെയ്യുക. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ, ഖബൂലാക്കട്ടെ. ഈ പറഞ്ഞതും കേട്ടതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്ഡേഷനൊക്കെ അറിയാൻ നിങ്ങൾ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ അതിൽ കൃത്യമായി പങ്കെടുക്കുക. ആ മജ്ലിസിൽ പങ്കെടുത്ത് അസ്മാഉൽ ഹുസ്ന ഉൾപ്പെടെയുള്ള നല്ല സുഹൃതങ്ങൾ ചെയ്ത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് റബ്ബിലേക്ക് തഖ്വ ചെയ്ത് ജീവിക്കാനുള്ള ഒരു അവസരമായിട്ടത് മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണം. ഇപ്പൊ ഓരോരുത്തരും പല വിഷയങ്ങൾ എഴുതി അറിയിക്കും. അതൊക്കെ പരസ്പരം കണ്ടും അറിഞ്ഞൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യാം. അള്ളാഹു നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഒരുപാട് ആളുകൾ ഇവിടെ നേരിട്ട് വരുമ്പോഴും മറ്റുമൊക്കെ ദുആക്ക് വസിയത്ത് ചെയ്യുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും വലിയ രക്ഷയും സന്തോഷവും സമാധാനവും നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.